ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ബി ഫോർ ടെക് വ്ലോഗ്സ്. അപ്പോൾ നമ്മളിന്ന് റൗണ്ട് ഓഫ് 16 ഗെയിമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞു നമ്മൾ കുറേ ചാലഞ്ചസ് ഒക്കെ കാണുന്നു. അപ്പോൾ നമുക്ക് സ്പിൻ ദ വീൽ വഴിയാണ് ചാലഞ്ചസ് ഒക്കെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ സ്പിൻ ദ വീലോട്ട് പോവാം. അപ്പോൾ ഗൈസ്, ഇതാണ് സ്പിൻ ദ വീൽ. അപ്പോൾ നമുക്ക് കറക്കിയിട്ട് നോക്കാം ഏതാണ് നമുക്ക് കിട്ടുന്നതെന്ന്. നോക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ കിട്ടിയിരിക്കുന്നത് നമുക്ക് സ്കോർ വിത്ത് ഗോൾ കീപ്പറാണ്. അപ്പോൾ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു 1 ഗോളെങ്കിലും അടിച്ചിരിക്കണം. നമുക്ക് 3 ചാൻസസ് കാണും. ആ 3 ചാൻസസിൽ അടിച്ചില്ലെങ്കിൽ ഒന്നുമില്ല ഗൈസ്. പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യുന്നത് ജസ്റ്റ് ചാലഞ്ച് രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 3 ചാൻസ് കിട്ടും സ്കോർ. നമുക്ക് 3 ചാൻസിലും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് അങ്ങനെയൊന്നുമില്ല ചെയ്യാം. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്തേക്കാം. നമുക്കൊരു കാര്യം ചെയ്യാം. ഞാനിത് ചെയ്തില്ലെങ്കിൽ എൻ്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 5 ഗോളാണ്. ഞാൻ 3 പ്രാവശ്യം ഇത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് 5 ഗോൾ അടിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് 5 ഗോളാണ് ഇത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ. അപ്പോൾ അതൊരു ചാലഞ്ച് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഗെയിമിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, നമുക്ക് പ്ലേ കൊടുത്തിട്ട് നോക്കാം, നമ്മുടെ കളി നോക്കാം. നമ്മൾ ചാലഞ്ച് പറഞ്ഞ ഗോൾ കീപ്പർ. അപ്പോൾ ഇന്നത്തെ കളി എന്ന് പറഞ്ഞാൽ ജോർജിയ വേഴ്സസ് സ്പെയിൻ കേട്ടോ. അപ്പോൾ സ്പെയിനാണ് നമ്മുടെ കൂടെ കളിക്കുന്നത്. അപ്പോൾ ഈ റൗണ്ട് ഓഫ് 16 എത്തിയിട്ടുണ്ട്. അപ്പം റൗണ്ട് ഓഫ് 16 ഫസ്റ്റ് കളിയാണ് നമ്മുടെ ഗൈസ്. FC മൊബൈൽ യൂറോ 20 റൗണ്ട് ഓഫ് 16. പിന്നെ നമ്മളിങ്ങനെ ക്വാർട്ടർ ഫൈനലോട്ട് പോകും, പിന്നെ സെമി പോകും, പിന്നെ ഫൈനലിൽ പോകും. ഫൈനൽ ആരെത്തും നമുക്കും അറിയത്തില്ല. ഞാൻ ഫൈനലോട്ട് പോകുമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ചിലപ്പോൾ പോകുള്ളൂ കേട്ടോ, നമുക്കറിയത്തില്ല ചിലപ്പം. ഇപ്പം സ്പെയിനാണ് കേട്ടോ. ജോർജിയ വേഴ്സസ് സ്പെയിൻ. സ്പെയിൻ 5 സ്റ്റാർ കേട്ടോ. നമ്മളിത് ലോസ്റ്റ് ടീമാണ് എടുത്തേക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്പെയിൻ്റെ ഫോർമേഷൻ ഇതാണ്. റോഡ്രിയൊക്കെ ഇവിടെ നിൽപ്പുണ്ട് ഗൈസ്. സ്പെയിൻ്റെ ക്യാപ്റ്റൻ റോഡി കേട്ടോ. അപ്പം മിക്കഡോട്ട്സ് കിക്ക് ഓഫ് അടിച്ചു. നമുക്ക് പാസിംഗ് ഗെയിം തുടങ്ങാം. പാസിംഗ് ഈസ് മൈ ഫേവറേറ്റ് ഗൈസ്. അങ്ങനെയാണ് എൻ്റെ കളി. ബാക്കിലോട്ട് പാസ് ചെയ്യണം, ഫ്രണ്ടിലോട്ട് പാസ് ചെയ്യണം, മുന്നോട്ട് പാസ് ചെയ്യണം, പിന്നെ ബാക്കിലോട്ട് പാസ് ചെയ്യണം, പിന്നെയും ബാക്കിലോട്ട് പാസ് ചെയ്യണം, അങ്ങനെ ബാക്കിലോട്ട് പോകണം, പിന്നെയും പാസ് ചെയ്യണം, പാസ് ചെയ്ത് പോകണം. ഗൈസ് അങ്ങനെ പോയി. കാർവഹൽ ബോൾ എടുത്തിരിക്കുന്നു. പെഡ്രി ഗൈസ്, പെഡ്രി. നമുക്ക് ഓക്കെ ഗൈസ് പോയി ഗൈസ്. എനിക്ക് ജസ്റ്റ് ഷൂട്ട് അടിച്ചാൽ മതിയായിരുന്നു. അത് ഗോളാവുമെന്ന് എനിക്ക് ഉറപ്പില്ല, എന്നാലും ഷൂട്ട് അടിച്ചാൽ മതിയായിരുന്നു. ഫെർണാൻ ടോറസ് ആണത്. എൻ്റെ ഡിഫെൻഡിങ് സെറ്റാണ്. മിക്കഡോട്ട്സ് പോകുന്നുണ്ട് ഗൈസ്. നമുക്കൊരു പാസ് കൊടുക്കാം. ഓക്കെ, നമ്മുടെ ചിക്കഡോട്ട്സ് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ഗോളായിട്ടുണ്ട്. സോറി ഗൈസ്, ഞാൻ മറന്നുപോയി. നമ്മുടെ ചാലഞ്ച് ഉണ്ടായിരുന്നു സ്കോർ വിത്ത് ഗോൾ കീപ്പർ. അപ്പോൾ നമ്മൾ അടുത്ത ഗോൾ സ്കോർ വിത്ത് ഗോൾ കീപ്പറാണ്. ഞാനത് മറന്നുപോയി. ഗൈസ്, അടുത്ത നമ്മൾ സ്കോർ വിത്ത് ഗോൾ കീപ്പറാണ്. ഞാൻ ആ കാര്യം വിട്ടുപോയി ഗൈസ്. ഇനി നമ്മൾ സ്കോർ വിത്ത് ചെയ്തില്ലെങ്കിൽ ഈ ഗോൾ കൺസീഡ് ചെയ്യത്തില്ല കേട്ടോ, 5 ഗോൾസിൽ. അപ്പോൾ നമ്മൾ 6 ഗോൾസ് അടിക്കണം, എന്നാലാണ് നമുക്ക് ഗോൾ കീപ്പറിലോട്ട് പാസ് ചെയ്യാം. ഗൈസ്, നമ്മുടെ ചാലഞ്ച് തുടങ്ങുവാണ്. നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതാണ് സ്കിൽ മൂവ് ഗൈസ്. പോയി നമ്മുടെ ഗോൾ കീപ്പറിന് പാസ് ചെയ്യാം. ഓക്കെ ഗൈസ്, ഒരു ചാൻസ് പോയിട്ടുണ്ട്. നമുക്ക് സെക്കൻഡ് ചാൻസ് ആണ്. 2 ചാൻസും കൂടെ ഉണ്ട്. ഗൈസ്, അതും പോയി. ഓക്കെ ഗൈസ്, നമുക്ക് ടാക്കിൾ ചെയ്തെങ്കിൽ ഇത് ലാസ്റ്റ് ചാൻസ് ആണ്. ഓക്കെ ഗൈസ്, ഞാൻ തോറ്റെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ തോറ്റു. ലാസ്റ്റ് ചാൻസ് ആണ്. ഇതിലും കിട്ടിയില്ലെങ്കിൽ ഞാൻ പോയേട്ടോ. സ്കോർ വിത്ത് ഗോൾ കീപ്പർ. റോഡ്രി ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. എനിക്ക് എന്ത് വെള്ളം ചെയ്യാം, ഒരു പ്രശ്നമില്ല ഗൈസ്. പോയി. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ സക്സസ്ഫുള്ളി ഫെയിൽഡ് ആയിട്ടുണ്ട്. ഓക്കെ പോയി. ഓക്കെ ഗൈസ്, അത് ഗോളല്ല ഗൈസ്, അത് ഗോളല്ല. ഓക്കെ, നമ്മുടെ 3 ചാൻസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹാഫ് ടൈമായി ഗൈസ്. നമ്മൾ അടുത്ത ഹാഫിൽ 6 ഗോൾ അടിച്ചില്ലെങ്കിൽ നമ്മൾ തോറ്റിരിക്കുന്നു. ഈ ഗോൾ കൺസീഡ് ചെയ്യത്തില്ല. ഞാൻ മറന്നുപോയായിരുന്നു ആ ചാലഞ്ചിനെ കുറിച്ച് ഗൈസ്. അപ്പോൾ നമ്മുടെ സ്കോറെന്ന് പറഞ്ഞാൽ 5 ഗോളാണ് ഗൈസ്. ഇത് എനിക്ക് തോന്നുന്നു ബൈസൈക്കിൾ കിക്കിനെക്കാട്ടും പാടാൻ തോന്നുന്നു. ബൈസൈക്കിൾ കിക്കർ കുറച്ചും കൂടെ ആടാൻ തോന്നുന്നു. നമ്മുടെ വീലിൽ ഏറ്റവും പാട് ബൈസൈക്കിൾ കിക്കായിരുന്നു. ടാക്കിൾ കൊടുക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, സ്പെയിന് കയറും കേട്ടോ.
ജസ്റ്റ് മിസ്സായിരുന്നു. നമുക്ക് ഷൂട്ട് അടിച്ചിടാം. പവർ ഷോട്ട്. യെസ്, നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മുടെ സബ്സ്റ്റിറ്റ്യൂട്ടാണ്. ഓക്കെ, നമുക്ക് സെക്കൻഡ് ഡിഫൻ ഇടാം. നമുക്കിന്ന് 2 ചാലഞ്ച് ഉണ്ട്. നമ്മുടെ ഒരു ചാലഞ്ച് നമ്മൾ ഫെയിലായി ഗൈസ്. സ്പെയിൻ സീനാട്ടാ. ഓക്കെ ഗൈസ്, ഞാൻ പറഞ്ഞു സ്പെയിൻ ഗോളടിച്ചു ഗൈസ്. ഫെറാൻ ടോറസ് ഗൈസ്. അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സ്പെയിൻ ഗോളടിച്ച് നമ്മൾ ഡിഫൻഡിങ് അങ്ങ് പോരായിരുന്നു ഗൈസ്. നമ്മുടെ ടോർണമെൻറ്റിലെ സെക്കൻഡ് ഗോളാണ്. ഫസ്റ്റ് ഗോൾ അടിച്ച റൊണാൾഡോ ആയിരുന്നു നമ്മൾ അന്നത്തെ പോർച്ചുഗൽ കളിയിൽ, ലാസ്റ്റ് കളി പോർച്ചുഗലിലൂടെ കളിച്ചപ്പോൾ ഉള്ള കളിയിൽ. അപ്പോൾ നമ്മുടെ ടോർണമെൻറ്റിലെ സെക്കൻഡ് ഗോളാണ് ഗൈസ്. നമുക്ക് പാസിങ് വിടാം. ഓക്കെ, എനിക്ക് തോന്നുന്നു 5 ഗോൾസിൻ്റെ ചാലഞ്ചും പോകും കേട്ടോ തോന്നുന്നു. പോ ഗൈസ്. എന്താ ചെയ്യണ എന്താന്ന് മനസ്സിലൊന്നുമില്ല. പ്ലേസിനൊക്കെ എങ്ങോട്ടും നടക്കും കേട്ടോ. ചുമ്മാ ഓടി കളിക്കുന്ന പോലെ കളിക്കുന്നത്. ഓക്കെ, ക്വാരദോന അതും പോയി. മിക്കൽ മെറീനോ. നമുക്ക് സെക്കൻഡ് ഡിഫൻ ഇടാം. നമ്മുടെ ഡിഫൻസ് സീനല്ലേ. ക്വാരറ്റ്സ്കേലിയ പോയി. എല്ലാം പോയി. നമ്മൾ ഫ്രണ്ട് എത്തുമ്പോൾ കറക്റ്റ് എല്ലാം പോകും ഗൈസ്. ഇതാണ് പ്രശ്നം. എനിക്കിഷ്ടമല്ലാത്ത കാര്യം ഗൈസ്. അതും പോയി. ഇതുണ്ട് അവരെപ്പോഴും എഴുതിക്കണേ സ്കിൽ മൂസ്. യൂസ് യുവർ സ്കിൽ മൂസ് ഗൈസ്. കോർണർ കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു ഹെഡ് അടിക്കാം. അതും പോയി. നമുക്കൊരു പവർ ഷോട്ട് അടിച്ചാലോ ഗൈസ്. അതും പോയി. പവർ ഷോട്ട് പോയിട്ടോ ഗൈസ്. നമുക്കൊരു ഹെഡറും കൂടെ കിട്ടിയിട്ടുണ്ട്. നമുക്കത് അടിക്കാൻ നോക്കാം. അതും പോയി. നമുക്ക് പിന്നെ ഒരു പവർ ഷോട്ട് അടിക്കാം. ഓ ഗൈസ്, സീനിയർ നമുക്ക് 2 ഗോൾ അടിക്കായിരുന്നു ഗൈസ്. ഫുൾ ടൈമാണ്. 1-1 ആണ്. നമ്മുടെ എക്സ്ട്രാ ടൈമിലോട്ട് പോയിട്ടുണ്ട്. നമ്മൾ ഈ ടോർണമെൻറ്റിൽ ഫസ്റ്റ് എക്സ്ട്രാ ടൈം കേട്ടോ ഗൈസ്. ഫസ്റ്റ് എക്സ്ട്രാ ടൈമിലോട്ടാണ് നമ്മൾ പോകുന്നത്. നമുക്ക് പാസിങ് കളി കൊടുക്കാം ഗൈസ്. അതെന്ത് സ്കിൽ മൂന്ന് ഗൈസ്. ഞാൻ ഷൂട്ടാണ് അടിച്ചത് ഗൈസ്. ഞാൻ ഷൂട്ടാണ് നിൽക്കുക. എന്നിട്ടും അത് പാസ് പോയി. അതെന്താണെന്ന് എനിക്കറിയില്ല. നമുക്ക് എന്താ പിടി മനസ്സിലായില്ല. നമുക്ക് ജസ്റ്റ് പാസിങ് കൊടുക്കാം ഗൈസ്. ക്വാരറ്റ്സ്കേലിയ പോയിട്ടുണ്ട് കിക്കടി. ഓക്കെ ഗൈസ്, നമ്മൾ ഗോൾ അടിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ ജയിച്ചു ഗൈസ്. മിക്കഡോട്ട്സ് നമ്മൾ ജയിച്ചിട്ടുണ്ട്. 2-1 ആണ് ഇപ്പോൾ സ്കോർ എന്ന് പറയണത്. അപ്പോൾ 103 minutes ആയി. അല്ല, 103 അവറായി. അവറല്ല, ഇതിനകത്തെന്ന് പറയുന്നത് 90 minutes = 10 minutes. 10 minutes അല്ല, 5 minutes ഉള്ളൂ. ശരി ഗൈസ്, അത്ര കേട്ടോ. ഇതിനകത്ത് ഫുൾ ടൈം എന്ന് പറയുന്നത് 10 minutesൻ്റെ അടുത്ത് വരും ഗൈസ്. നമുക്ക് അറ്റാക്കിങ് ഇടാം. നമുക്ക് ആ കാര്യം മറന്നുപോയി. നമുക്ക് പാസിങ്. ഓക്കെ ഗൈസ്, എക്സ്ട്രാ ടൈം ഫിനിഷായി. അതെ, എക്സ്ട്രാ ടൈം ഫിനിഷ് അല്ല, ഫ്രീ കിക്കാണ്. ഓക്കെ, ഇപ്പോഴാണ് എക്സ്ട്രാ ടൈം ഫിനിഷായത്. പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത എക്സ്ട്രാ ടൈമിലോട്ട് സെക്കൻഡ് എക്സ്ട്രയിൽ കൂട്ടും ഗൈസ്. സെക്കൻഡ് എക്സ്ട്രാ ടൈമാണ് ഇത്. അവർക്കൊരു ചാൻസ് കൊടുക്കണം. നമ്മുടെ ചാൻസ് കഴിഞ്ഞു. നമുക്ക് 2 goals അടിച്ചു ഗൈസ്. എനിക്ക് സത്യം പറയാൻ പറ്റുന്നില്ല. ഞാൻ ഇങ്ങനെ ടോർണമെൻറ്റിലും എനിക്ക് നല്ല ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, എന്നൊക്കെ പറയാൻ സമയമില്ല. മിക്കഡോട്ട്സ് സീനാണ് ഗൈസ്. എല്ലാ ടോർണമെൻറ്റിലും ഗോൾ അടിച്ചിട്ടുണ്ട്. ഒരു കളിയിലും മിസ്സാക്കിയിട്ടില്ല ഗൈസ്. നമ്മൾ ഈ റൗണ്ട് ഓഫ് 16 ഇത്ര 4 കളി കളിച്ചു. അതിനകത്ത് 1 ഗോൾ പോലും അടിക്കാതിരുന്നിട്ടില്ല മിക്കഡോട്ട്സ്. എല്ലാ കളിയിലും 1 ഗോളെങ്കിലും അടിച്ചിട്ടുണ്ട്. ഇന്ന് 2 ഗോളാട്ടോ. എല്ലാ ഗെയിമിലും ഗോൾ അടിച്ചിരുന്നുണ്ട് ഗൈസ്. നമ്മൾ വിൻ ചെയ്തു ഗൈസ്. 3-1 ആണ്. ഓക്കെ ഗൈസ്, നമ്മൾ ഡിഫെൻഡിങ്ങിലോട്ട് പോവാം. ഡിഫെൻഡിങ്ങിൽ പിന്നെ സീനല്ലേ ഗൈസ്. അടുത്തത് ഡോട്ട്സെ. ഗൈസ്, മിക്കഡോട്ട്സ് ഹാട്രിക് അടിച്ച്. സെക്കൻഡ് ഹാട്രിക്കാണ് മിക്കഡോട്ട്സിൻ്റെ. ഇതൊരു ബൗൺസ് ഗോളായിരുന്നു. അസിസ്റ്റ് അല്ല ഗൈസ്. അത് ഗോൾ കീപ്പർ ഹാൻഡ് ടച്ച് ചെയ്തു.
ഒപ്പണൻ്റെ അസിസ്റ്റ് പറയാം. മിക്ക ഡോട്ട്സ് സീനാണ് ഗൈസ്. എനിക്ക് തന്നെ ഗോൾ ബൂട്ട് കിട്ടുമെന്ന് എനിക്ക് തന്നെ മിക്ക ഡോട്ട്സൊക്കെ ആയിരിക്കും ഗോൾഡൻ ബൂട്ട് എല്ലാ കളിയിലും അടിച്ചിട്ടുണ്ട്. നമുക്കിനി അറിയത്തില്ല എത്ര കളി പോകുന്നു. ഗൈസ് എക്സ്ട്രാ ടൈം ഫിനിഷ് നമ്മൾ ജയിച്ചു. 4-1 നമ്മൾ ലീഡ് ജയിച്ചിട്ടോ. ഓക്കെ ഗൈസ്, നമ്മളിനിയും റൗണ്ട് ഓഫ് 16 നെക്സ്റ്റ് മാച്ചിൽ ആരോടെ നമുക്ക് കളിക്കണം നോക്കാം. എനിക്കറിയത്തില്ല ആരിനോടെ കളിക്കണമെന്ന്. സ്പെയിൻ എന്തായാലും തോറ്റു. ജോർജിയാണ് ഗൈസ്. ഓക്കെ ഗൈസ്, നോക്കാം നമുക്ക് ആരാ നമ്മുടെ കൂടെ അടുത്ത കളിയിൽ നോക്കാം. നാളത്തെ കളിയിൽ ആരാണിക്കും നമുക്ക് നോക്കാം. 4-1 ആട്ടോ. ഓക്കെ ഗൈസ്, ഇതങ്ങനെ കഴിഞ്ഞ് നമുക്കിനി അടുത്ത കളി നമ്മുടെ നോക്കാം ആരാന്ന്. ഓ മൈ ഗോഡ് ഗൈസ്, പിന്നെയും ജോർജിയയും പോർച്ചുഗലും വന്നിട്ടുണ്ട് ഗൈസ്. ഇത് ലാസ്റ്റ് മാച്ചാണ് റൗണ്ട്. ഓക്കെ ഗൈസ്, അടുത്തത് ക്വാർട്ടർ ഫൈനലാട്ടോ. അടുത്തത് ക്വാർട്ടർ ഫൈനലാണ്. അത് കഴിഞ്ഞാൽ പിന്നെ സെമി, പിന്നെ ഫൈനൽ. അപ്പോൾ ഗൈസ് ഇത് പോർച്ചുഗലിനോട് സെക്കൻഡ് മാച്ചാണ്. നിങ്ങൾക്ക് ഓർമ്മ കാണും, ഫസ്റ്റ് ടൂർണമെൻറ്റ് ഗോൾ പോർച്ചുഗലാണ് അടിച്ചത്. ഓക്കെ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ പറക്കല്ല്. നാളെ ഒരു സെമി ഫൈനൽ ക്വാർട്ടർ ഫൈനലിൽ വീഡിയോ ഇട്ട് തരാം. ബൈ.